മദ്യം ഓൺലൈനായി നൽകാനുള്ള പദ്ധതിക്കെതിരെ KCBC സർക്കാരിന്റേത് വ്യാമോഹമാണെന്നും ശക്തമായ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നും KCBC വ്യക്തമാക്കി. മദ്യനയത്തിൽ ഇടതുപക്ഷം ജനപക്ഷമായി മാറണം. മദ്യവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് തുരങ്കം വയ്ക്കുന്ന നയമാണ് ഡോർ ഡെലിവറി നീക്കമെന്നും KCBC കുറ്റപ്പെടുത്തി. നിതിൻ സേബർ വിവരങ്ങൾ നൽകും. നിതിൻ, പ്രതീക്ഷിച്ചതുപോലെയുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. KCBCയുടെ നിലപാട് എന്താ? അനീഷ, മദ്യവിൽപ്പന ഓൺലൈനാക്കാൻ സർക്കാരിന് മുന്നിൽ ബെവ്കോ അപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ മാസം ഈ അപേക്ഷ നൽകുകയും അതിന് എല്ലാ മാധ്യമങ്ങളിലും വരികയും ചെയ്തിരുന്നു. മദ്യം ഓൺലൈനായി എത്തിക്കാൻ സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള കമ്പനികൾ താല്പര്യം അറിയിച്ചതായും ബെവ്കോ അധികൃതർ പറഞ്ഞിരുന്നു. ഏതായാലും ഈ പദ്ധതിക്കെതിരെ അല്ലെങ്കിൽ മദ്യം വീടുകളിൽ എത്തിച്ച് നൽകുന്ന ഈ ബെവ്കോയുടെ ആവശ്യത്തിനെതിരെയാണ് KCBC മദ്യവിരുദ്ധ സമിതി ഇപ്പോൾ പ്രതികരിക്കുന്നത്. മദ്യം വീട്ടിലെത്തിച്ച് നൽകാമെന്നത് സർക്കാരിന്റെ വ്യാമോഹമാണെന്നും അതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നുമാണ് KCBCയുടെ മദ്യവിരുദ്ധ സമിതി പറയുന്നത്. ബെവ്കോ ഔട്ട്ലെറ്റിന് മുമ്പിലെ തിരക്ക് കുറയ്ക്കാനെന്ന വ്യാജേന മദ്യം വീടുകളിലെത്തിച്ച് നൽകാനുള്ള നീക്കത്തെയാണ് എതിർക്കുന്നത്. മദ്യനയത്തിൽ ഇടതുപക്ഷം ജനപക്ഷമായി മാറുകയും ഒന്ന് പറയുകയും മറ്റൊന്ന് നടപ്പിലാക്കുകയും ചെയ്യുന്ന നയം അത് മാറ്റിവെക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നു. ഒപ്പം തന്നെ മദ്യവിരുദ്ധ സമിതി ഡോർ ടു ഡോർ ബോധവൽക്കരണ പരിപാടികൾ മുന്നേറ്റം നടത്തുമ്പോൾ അത്തരം ബോധവൽക്കരണ പരിപാടികളിൽ തുരങ്കം വയ്ക്കുന്ന നയമാണ് മദ്യത്തെ വീട്ടിലെത്തിക്കാനുള്ള സർക്കാരിന്റെ നീക്കമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ജനവിരുദ്ധ മദ്യനയം സർക്കാരിനെ ഗുരുതരമായി ബാധിക്കുമെന്നും KCBC വിമർശിക്കുന്നു.